ഏവർക്കും അച്ചായൻസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലഡു ആണ്. പഴം ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ലഡു. 5-10 മിനിറ്റ് മാക്സിമം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. സാധാ ലഡു ഉണ്ടാക്കുന്ന സമയമോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇതിനില്ല. നമുക്ക് വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ലഡു. ഇപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മളിതിന് എടുത്തിരിക്കുന്നത് റോബസ്റ്റ് പഴമാണ്. നിങ്ങൾക്ക് നേന്ത്രപ്പഴം എടുക്കാം, അല്ലെങ്കിൽ വേറെ ചെറുപഴം എന്ത് വേണമെങ്കിലും എടുക്കാം. വളരെയധികം പഴുത്തു പോകരുത്. പഴുത്ത പഴം തന്നെ, പക്ഷെ വളരെ പഴുത്തു പോകാത്ത രീതിയിലുള്ള പഴം എടുക്കണം. ഇവിടെ റോബസ്റ്റ് പഴം ഞങ്ങളൊരു 4 റോബസ്റ്റ് പഴമാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഈ കാണുന്നത് പോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കുക. അതിനുശേഷം ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ അല്പം നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഒഴിച്ച് കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം സെയിം ഫ്രൈങ് പാനിൽ തന്നെ കുറച്ചും കൂടി നെയ്യ് ഒഴിക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പഴം ഇട്ട് നല്ലോണം ഇളക്കുക. ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോകണ്ട, എന്നാൽ കുറച്ചൊന്ന് ഉടഞ്ഞ് കിട്ടാവുന്ന രീതിയിൽ, വളരെ ഉടഞ്ഞു പോകരുത്. ആ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു 2 കപ്പ് നാളികേരം ചിരകിയതാണ് ഇടുന്നത്. ഫ്രോസൺ നാളികേരം ആയാലും കുഴപ്പമില്ല. 2 കപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. കാരണം നമുക്ക് പിടിച്ചതൊരു ഉണ്ടയാക്കുമ്പോൾ ഇത്തിരി ബലം കിട്ടുന്ന രീതിയിൽ നാളികേരം ഉപയോഗിക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും ചേർക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഒന്ന് തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം ചെറിയ ഉണ്ടകളാക്കി കൈ കൊണ്ട് ഉരുട്ടി മാറ്റിയെടുക്കുക. അങ്ങനെ നമ്മുടെ ലഡു തയ്യാറായി. വളരെ എളുപ്പമാണ്. ആർക്കും വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ചെയ്തെടുക്കാവുന്ന ഒരു ലഡു. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.